എന്റെ ഹെയർ കെയർ സീരീസിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് എന്തായാലും കാണണം. ആ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ടേ. ആ വീഡിയോ മാക്സിമം ഷോർട്ടാക്കി 4 മിനിറ്റിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഈ വീഡിയോ 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ലൈഫിലെ ആ 2 മിനിറ്റ് എന്തായാലും വേസ്റ്റ് ആവില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എന്റെ ഹെയറില് പെയിൻ ശല്യം, താരൻ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ വീക്ക്ലി ട്വൈസ് ചെയ്യുന്ന എന്റെ ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെയർ ഒരുപാട് ലോങ് ആക്കി വളർത്തുക എന്നുള്ളതല്ല, ഉള്ള ഹെയർ ഹെൽത്തി ആക്കി സൂക്ഷിക്കുക. താരനും പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക എടുക്കുന്ന സമയത്ത് ഇലയൊക്കെ നോക്കിയിട്ട് അതിൽ ചിലന്തി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. പനിക്കൂർക്ക എങ്ങനെ 2-3 പ്രാവശ്യം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിംബയും ലക്കി നല്ല വഴക്കാണ്. അവരുടെ വഴക്കൊരു സൈഡിൽ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അങ്ങനെതാ അരച്ചത് അരിച്ചിട്ടെടുത്തപ്പോ ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടി എടുക്കേണ്ടതായിരുന്നു. അത് പോട്ടെ. ഇനി നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷെ രണ്ടാമത്തെ രീതിയാണ് എനിക്കിഷ്ടം. രണ്ടാമത്തേന്ന് പറയുന്നത് കുറച്ച് കടലമാവും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് കടലമാവായതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഒരു ഷാംപൂ ചെയ്ത ഫീലും ഒക്കെ കിട്ടും. എക്സ്ട്രാ നമുക്ക് ഷാംപൂ ചെയ്യേണ്ട ആവശ്യമോ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. ഇതുപോലെ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് പെട്ടെന്ന് ഡ്രൈ ആയി പോവേ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങളിത് വീക്ക്ലി ട്വൈസ് ചെയ്യണേ. അപ്പൊ ബൈ.